വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ചിക്കൻ ഫ്രൈ റെഡിയാക്കാം. അതിനായിട്ട് കുറച്ച് ചിക്കൻ പീസ് എടുത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് എന്നിവ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു 10 മിനിറ്റോളം മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതിയാവും കേട്ടോ. അതിനുശേഷം ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം തന്നെ കുറച്ച് കറിവേപ്പില ഇടാം. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ചിക്കൻ പീസ് നിരത്തി വെക്കാം. കറിവേപ്പിലയുടെ ഫ്ലേവർ നന്നായി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം കറിവേപ്പിലിട്ട് ഫ്രൈ ചെയ്യുന്നത്. അതിനുശേഷം ഇത് മൂടി വെച്ച് വേവിക്കണം. കാരണം ഇത് ഡീപ്പ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ആണ്. അതുകൊണ്ടാണ് നമ്മൾ മൂടി വെച്ച് വേവിക്കേണ്ടത്. എങ്കിൽ മാത്രമേ അതിൻ്റെ ഉൾഭാഗം നന്നായി വെന്ത് കിട്ടുള്ളൂ. അത് മൂടി വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നന്നായി വെള്ളം ഇറങ്ങി ഉൾഭാഗമൊക്കെ നന്നായി വെന്ത് കിട്ടും. ലോ ഫ്ലെയിമിലാണ് വെക്കാവൂ കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കാനേ പാടില്ല. ലോ ടു മീഡിയം ഫ്ലെയിമാണ് കേട്ടോ ഇതിന് വേണ്ടത്. ഇത് ഒരുവിധം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്നതിന് ശേഷം മറിച്ചിടുക. തിരിച്ചു മറിച്ചിട്ട് പിന്നെ ഇനി ഇത് ഡ്രൈ ആവണ വരെ അത് വെയിറ്റ് ചെയ്യേണ്ടി വരും നമുക്ക്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് ചിക്കൻ പീസ് നമ്മൾ എന്തിനെങ്കിലുമൊക്കെ നുറുക്കി കഴിയുമ്പോൾ ഒരു 5-6 പീസ് ഫ്രീസറിലേക്ക് ഒരു കവറിലാക്കി എടുത്ത് വെച്ചാൽ നമുക്ക് ഫ്രൈ ചെയ്യാനൊന്നും ഇല്ലാത്തപ്പോൾ പെട്ടെന്ന് എടുത്തിട്ട് നമുക്കിത് ഉണ്ടാക്കാവുന്നത്. ഒരു 10 മിനിറ്റത്തെ 15 മിനിറ്റത്തെ കാര്യമുള്ളൂ. എല്ലാവരും ട്രൈ